നല്ല വ്യക്തി ഒരു സാലിഹായ വ്യക്തിന്റെ വായിന്റെ ഉമിനീർ തട്ടിപ്പിച്ച മധുരമാകല് സുന്നത്താണ്. കാരണം എന്തേ? എനിക്ക് ജനിക്കുന്ന കുട്ടി അയാളെ പോലെയാകണം, അയാളെ സ്വഭാവം വരണം, അയാൾ ഒരു മുത്തഖിയായ മനുഷ്യനാണ്, അയാൾ ഒരു നല്ല വ്യക്തിയാണ് എന്ന നിലക്ക് ആ നല്ല വ്യക്തികളെ കൊണ്ട് ചവപ്പിച്ച് ആ മധുരമാണ് തട്ടിക്കൽ സുന്നത്ത് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ നമ്മളൊക്കെ നമ്മളെ മകള അല്ല നമ്മളെ ഭാര്യമാരൊക്കെ ഗർഭം ധരിച്ച ഉടനെ തന്നെ 8-9 മാസമാകുമ്പോൾ ഒരു ഈത്തപ്പയം പിടിച്ച് ഇങ്ങനെ ചുറ്റാനുണ്ട് കുറെ ആൾക്കാർ. എന്നിന് എവിടെ കാര്യമായ വ്യക്തി കാണുന്നുണ്ട്, എവിടെ കൂറത്തങ്ങൾ കിട്ടുന്നുണ്ട്, എവിടെ AP ഉസ്താദ് കിട്ടുന്നുണ്ട്, എവിടെ ആ മഹാന് കിട്ടുന്നുണ്ട്, ഈ മഹാന് കിട്ടുന്നുണ്ട്, ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് നമ്മളെ മക്കൾക്ക് തട്ടിക്കുക എന്നുള്ളത് അത് പണ്ട് തന്നെ മഹാന്മാരുമായുള്ള ഒരു ബർക്കത്തിന്റെ കാരണമാണ്. ഇന്ന് കുറെ ജനങ്ങൾ പറയാനുണ്ട് അതെന്താ തങ്ങളെ മന്ത്രിച്ചിൽ ബർക്ക. അതാണ് നമ്മളെ ആശയം. അങ്ങനെയാണ് നമ്മളെ മുമ്പിൽ ഒരു മഹാന് വന്ന് ഭക്ഷിച്ചാല് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എപ്പോഴാണ് പ്ലേറ്റിൽ ബാക്കിയാക്കുന്നത്, എപ്പോഴാണ് ഗ്ലാസ്സിലെ വെള്ളം ബാക്കിയാക്കുന്നത്, എപ്പോഴാണ് അവിടെ നിന്ന് ഇറച്ചി ചവച്ച് വെക്കുന്നത്, എപ്പോഴാണ് ഭക്ഷണം വിടുന്നത്. തിന്നാൻ വേണ്ടി ആ ബർക്കത്തെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതിന്റെ കാരണം എന്തറിയോ? ചെറുപ്പത്തിൽ നമ്മളെ വായിലേക്ക് വലിയ വലിയ മഹാന്മാർ ചവച്ച ആ ഭക്ഷണം തുപ്പിച്ചത്, ആ ഭക്ഷണം നമ്മളെ വയറ്റിലേക്ക് കയറ്റിയത്. ചില ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ മനസ്സിലാക്കാനുണ്ട്, ഇയാളെന്തിനിപ്പോ അയാൾ വിട്ട് തണ്ണി കുടിക്കുന്നേ, ഇയാളെന്തിനിപ്പോ അയാൾ വിട്ട് ചോറ് വയ്ക്കുന്നേ, ഇയാളെന്തിനിപ്പോ അയാളെ പ്ലേറ്റ് കഴിക്കുന്നേ, ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെ പറ്റി നമ്മളൊക്കെ ചിന്തിക്കാനില്ല. അത് ഒന്നേ കാരണം എന്തറിയോ? ഇപ്പൊ കുറെ സ്ഥലത്തൊക്കെ നിർത്തി തഹനീക്ക് എന്നുള്ളത്. ഇപ്പൊ തഹനീക്ക് എന്ന് നിർത്തി. ഇപ്പൊ കഞ്ചാവിന്റെയും ഒബിജാരിയുടെ അടിമകളായി മക്കളെ വളരുന്നതിന്റെ ഏറ്റവും വലിയ കാരണം ആ ചെറിയ പ്രായത്തിൽ മക്കൾക്ക് ആ ബർക്കത്ത് തട്ടിക്കാത്തതിന്റെ കാരണം എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം കുട്ടി ജനിച്ച ഉടനെ തന്നെ ഉപ്പാപ്പയാണ് ആദ്യം മുത്തുന്നത് കുട്ടിനെ, അല്ലെങ്കിൽ വാപ്പയായിരിക്കും മുത്തുമ്പോ. ചിലപ്പോ ബാപ്പ എന്തറിയോ, നല്ല ഗണേശ ബീഡി വലിച്ചിട്ട് ബാപ്പാന്റെ വായിൽ ഫുള്ള് പുക ഉണ്ടാവും, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ട് ബാപ്പാന്റെ വായിൽ നല്ല പുക ഉണ്ടാവും. ഈ പുകനെ മുത്തുമ്പോ കുട്ടിന്റെ വായിലേക്ക് ആദ്യം പോയത് എന്ത്? ബാപ്പാന്റെ ഈ പുക. പിന്നെ ബാപ്പ മക്കള് പിന്നെ കഞ്ചാവിന്റെ ആളാവാതിരിക്കോ? മക്ക പിന്നെ കഞ്ചാവ് വലിക്കാതിരിക്കോ? ആലിമീങ്ങളെ ആക്ഷേപിക്കാതിരിക്കുമോ? തങ്ങന്മാരെ കാണുമ്പോൾ വെറുപ്പ് വരാതിരിക്കുമോ? കാരണം എന്ത്? ചെറുപ്പത്തില്ലാത്ത ഹനീക്ക് എന്ന് പറയുന്ന ബർക്കത്ത് തട്ടിക്കാത്തതിന്റെ കാരണമാണ്. അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളൊക്കെ സാലിഹീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി തെരുമാറാകട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബർക്കത്തെടുക്കുക, ബഹുമാനം പാലിക്കുക എന്നുള്ളത് അത് ജനനം മുതൽ തന്നെ തുടങ്ങുകയാണ്. അങ്ങനെ തുടങ്ങി നമ്മളെ എല്ലാ കാര്യവും മഹാന്മാരുടെ പിന്നിൽ ഏതുവരെ നമ്മളെ നാട്ടിന്റെ നേതൃത്വം അടക്കം ഒരു മഹാനായിരിക്കണം. അതിന് അൽഹംദുലില്ലാ നമ്മൾ തെരഞ്ഞെടുത്തത് വന്യരായ ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ബഹുമാനങ്ങളെ, കൂറത്തങ്ങളെ ജീവിതകാലത്തൊക്കെ മനസ്സിലാക്കിയതുപോലെയല്ല മരണശേഷം. ജീവിതകാലത്ത് നമ്മൾ പലതും പല വിധത്തിൽ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും. മരണശേഷം സുബ്ഹാനല്ലാഹ് അവിടത്തേക്ക് വരുന്ന ജനങ്ങള്, ആ മഹാന്റെ അടുത്ത് വന്ന് സങ്കടം പറയുന്നവർ എത്ര വ്യക്തികളാണ്. ഒന്നല്ല രണ്ടല്ല 100 കണക്കിൽ വ്യക്തികള് ദിവസേന വന്ന് കരയുന്ന രംഗങ്ങളൊക്കെ കാണുകയാണ്. എന്തുകൊണ്ട് എന്റെ ബാപ്പ മരിച്ചപ്പോ എന്റെ ബാപ്പാന്റെ ഖബറിന്റെ അടുത്തേക്ക് വരുന്നില്ല? എന്റെ ഉമ്മ മരിച്ചപ്പോ എന്റെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്തേക്ക് അങ്ങനെ ആളെന്ത് വരുന്നില്ല? മുഅ്മിനീങ്ങളെ, അത് മാത്രമല്ല അങ്ങനെയുള്ള ഒരു വിശേഷതകള് മഹാനായ കൂറത്തങ്ങൾക്ക് കൊടുക്കുകയും ആ വിശേഷതയുടെ പിന്നിലാണ് ജനങ്ങൾ അവിടെ അനിയായി നിൽക്കുകയാണ്. വളരെ സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ കൂറത്തങ്ങളെ പറ്റി മരണത്തിന് ശേഷം ഞാൻ കേൾക്കുന്ന ഓരോരോ അത്ഭുതങ്ങൾ. ഇന്നലെ ഞാൻ മൈസൂർ എന്ന സ്ഥലത്തേക്ക് പോയിരുന്നു. അവിടെ ദുബൈയിൽ വെച്ച് എന്നെ വലിയ സ്നേഹിക്കുന്ന ഒരു അറബി മൈസൂരിലേക്ക് വന്നിരുന്നു. അങ്ങനെ കാണാൻ വേണ്ടി ഞാൻ പോയി. കാരണം അയാളും എനിക്കുമായി ഒരുപാട് സ്ഥാപനങ്ങളും അതുപോലെ ഇവിടെ പരിസരങ്ങളിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് സഹകരിക്കുന്ന നല്ല ഒരു അറബിയാണ്. അങ്ങനെ അയാൾ മൈസൂരിന് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയ സമയത്ത് അയാളുമായി സംസാരിക്കുമ്പോൾ അയാളെ ഒരു മാനേജർ കാസർഗോഡുകാരനാണ്,
ബഷീർ എന്ന പേര്. കാരണം പേര് പറയാതെ സ്ഥലം പറയാതെ ഇനിയിപ്പോ അയാൾ പറയാനില്ല. കാരണം അങ്ങനെ പറഞ്ഞെങ്കിൽ സലഫികൾ എണിക്കാം, അത് എവിടെയാണ് അവിടെയാണ്. പക്ഷെ അവർക്ക് തന്നെ ഒരു വേദി ഉണ്ടാക്കാനുള്ള ഒരു അവസരം നമുക്ക് സമയവും കൂടിയില്ല. അതുകൊണ്ട് ആദ്യം തന്നെ പേര് പറയാം. അങ്ങനെ കാസർഗോഡിന്റെ ഒരു വ്യക്തിയാണ് ബഷീർ. അദ്ദേഹത്തിന്റെ ആ സ്ഥാപനയുടെ മാനേജർ. അങ്ങനെ അയാള് കൂറത്തങ്ങളെ പറ്റി കണ്ണുനീർ ഒലിപ്പിച്ച് ഇന്നലെ രാത്രി എന്നോടൊരു സംഭവം പറഞ്ഞു. എന്തറിയോ, തങ്ങളെ 10-20 വർഷം മുമ്പ് ജോലിയില്ലാതെ വല്ലാത്ത വിഷമത്തിൽ ദുബൈയിലൊക്കെ ഞാൻ വല്ലാത്ത കങ്കാലമായി, സുബ്ഹാനല്ലാഹ്, ഏതുവരെ ഉടുത്തിണക്ക് മറുതുണിയില്ലാതെ ഞാൻ അവിടെ നട്ടം തിരിഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ കൂറത്തങ്ങളടുത്തേക്ക് പോകണം. ആ പോകുന്നതിന് മുമ്പ് 3 കമ്പനിക്കാരെ എന്നെ വിളിച്ചു ജോലിക്ക് വേണ്ടി. എത്ര കമ്പനിക്കാർ? 3 കമ്പനിക്കാരെന്നെ ജോലിക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ ഏതായാലും തീരുമാനമെടുത്തു, ബഹുമാനപ്പെട്ട കൂറത്തങ്ങളെ കണ്ടതിന് ശേഷം ആരെടുത്ത് പോകണമെന്ന് തങ്ങൾ പറയുന്നുണ്ടാ, അവിടത്തേക്ക് പോകാം. അങ്ങനെ ബഹുമാനപ്പെട്ട കൂറത്തങ്ങളടുത്ത് പോയി ഈ ബഷീർ എന്ന് പറയുന്ന മനുഷ്യന് പറഞ്ഞു, എനിക്ക് ജോലിയില്ലാത്ത വല്ല വിഷമത്തിലുണ്ട്, 3 കമ്പനിക്കാരെന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ എവിടത്തേക്ക് പോകണം. അപ്പൊ കൂറത്തങ്ങൾ ചോദിച്ചില്ല, ആ കമ്പനിയുടെ പേരും വ്യക്തിയുടെ പേരും ഒന്ന് പറയും. പാള് കിതാബ് എന്ത് വെച്ചിട്ടില്ലേ, കണക്ക് വെച്ചിട്ടില്ലേ, അല്ല വേറൊന്ന് ഫോണാക്കിയിട്ട് കേട്ടിട്ടില്ലേ? നോക്കിയ ഉടനെ തന്നെ അയാൾ പറഞ്ഞു, ഇപ്പോൾ അയാൾ ജോലി ചെയ്യുന്ന അയാളെ കഫീലിന്റെ പേരാണ് ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ എന്ന് കാണിച്ചു കൊടുത്തത്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഈ ബഷീർ അയാൾ പറയുന്നു, ഈ 3 കമ്പനിയിൽ 2 കമ്പനികൾ അടച്ചുപോയി. 3 കമ്പനിയിൽ 2 കമ്പനിയും അടിച്ചുപോയി. ഇപ്പൊ നിലവിലുള്ള കമ്പനിയാണ് ഞാനിപ്പോ ജോലിക്ക് പോയത്. മനസ്സിലാക്കണം, ഇതാണ് ദീർഘദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കാനും വഴികളൊക്കെ കാണിക്കാനുള്ള ഇൽഹാം. അങ്ങനെയുള്ള ഒരു തോന്നിച്ചകൾ കൊടുക്കുന്നത് അത് സാലിഹീങ്ങൾക്കാണ്, നല്ല നല്ല വ്യക്തികൾക്കാണ്. അവരുടെ വാക്കിൽ വരുന്ന ശബ്ദം അത് നമുക്ക് ചിലപ്പോൾ കാഴ്ചയിൽ പ്രയാസമാണെങ്കിലും പിന്നിൽ അതിൽ 100 കണക്കിൽ ഖൈറുണ്ട്. കാരണം നമ്മുടെ എല്ലാം ഉയർച്ച അങ്ങനെ തന്നെയാണ്. സാധാ തങ്ങളെ ഏതെങ്കിലും ഒരു കോളേജിൽ പോയി ഡിഗ്രി എടുത്തത് കൊണ്ടല്ല, എവിടെയെങ്കിലും ബിരുദ വാങ്ങിയത് കൊണ്ടല്ല. വലിയ വലിയ മഹാന്മാർ, താജുശ്ശേരി, അതുപോലെ താജുൽ ഉലമ അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർ, ആലിമീങ്ങള്, അവരുടെ പൊരുത്തം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ നിലക്ക് നിങ്ങളെ മുമ്പിൽ നിൽക്കാനുള്ള കഴിവ്. വേറെ ഒരു കഴിവുമില്ല എന്ന് ഞാൻ വ്യക്തമായി നിങ്ങളോട് ഞാൻ പറയുകയാണ്. മഹാനായ താജുൽ ഉലമ മഹാനവറുകള് ജീവിതകാലത്ത് ചിക്കമംഗളൂർ എന്ന പരിപാടിക്ക് പോയി വരുന്ന സമയത്ത് ഒന്നിച്ച് ബഹുമാനപ്പെട്ട TH ഉസ്താദും കൂടി ഉണ്ടായിരുന്നു. ഞാനും TH ഉസ്താദ് കൂടുന്ന ഒരു പരിപാടിയായിരുന്നു ബജിപ്പയിൽ വെച്ച് ഒരു സലാത്ത് പരിപാടി. ആ സലാത്ത് പരിപാടിക്ക് TH അവിടത്തേക്ക് എത്തുന്ന സമയം കുറച്ച് താമസിച്ചു പോയി TH ഉസ്താദ്. അപ്പോൾ TH ഉസ്താദ് അവിടെ എന്നോട് പറഞ്ഞ ഒരു സംഭവമാണ്. എന്താണറിയോ, ചിക്കമംഗളൂർ നിന്ന് വരുന്ന സമയത്ത് ഞാൻ താജുൽ ഉലമ ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് ബജിപ്പയിൽ എത്തണം, അവിടെ സലാത്ത് പരിപാടി ഉണ്ട്, ഒരു തങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോഴോ താജുൽ ഉലമ ചോദിച്ചില്ല, അത് ഏത് തങ്ങളെ വരുന്നത്? അപ്പൊ പറഞ്ഞില്ല, സാധാ തങ്ങളാണ്. അൽഹംദുലില്ലാഹ്, അവിടുത്തെ വായിൽ അന്ന് വീണ ശബ്ദമാണ്, ആ കുട്ടിക്ക് ഒരു ഭാവിയുണ്ട്, നല്ല കുട്ടിയാണ്. ഇങ്ങനെ നല്ല വ്യക്തികളെ കൊണ്ട് കേൾപ്പിക്കുക, നല്ല വ്യക്തികളെ കൊണ്ട് സംസാരിപ്പിക്കുക ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ലക്ഷ്യമാണ്. നേരെ മറിച്ച് നല്ല വ്യക്തികളെ കൊണ്ട് എന്തെങ്കിലും മോശമായ ശബ്ദം അവരെ വെറുപ്പിക്കുന്നത് അത് ജീവിതത്തിൽ ഒരിക്കലല്ലെങ്കിലും ഒരിക്കൽ അനുഭവിച്ചേ പറ്റൂ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമുക്കൊക്കെ മഹാന്മാരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമുക്ക് വലിയ പൊരുത്തം മഹാനായ കൂറത്തങ്ങളത് നമുക്ക് വേണം. അവിടുത്തെ ബഹുമാനം വേണം, അവിടുത്തെ ആദരിക്കണം. അവരെ എപ്പോഴും അവരുടെ വിഷയങ്ങൾ നമ്മളെ മക്കളോട് പറയണം. എന്നിന് വേണ്ടിയാണ് മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. ആ വ്യക്തിയിൽ എന്തെങ്കിലും പണത്തിന്റെ പേരിലല്ല, അല്ല ഏതെങ്കിലും ഒരു മേഖലയിൽ ഉയർന്ന പേരിലല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളവര്, ഏറ്റവും ബഹുമാനവും ആദരിക്കപ്പെടുന്ന വ്യക്തികളാണ് തഖ്വയുള്ളവര് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ പെട്ട വ്യക്തികളാണ് മഹാനായ കൂറത്തങ്ങള്. ഏതുവരെന്ന് വെച്ചെങ്കിൽ ഒരു മനുഷ്യനെ ബഹുമാനിക്കണമെങ്കിൽ പല അടയാളങ്ങൾ ആ വ്യക്തിയിലുണ്ട്.
ഒരു മനുഷ്യനെ ആദരിക്കണമെങ്കിൽ, ഒരു മനുഷ്യനെ അനുസ്മരിക്കണമെങ്കിൽ മഹാന്മാരായ സ്വാലിഹീങ്ങള്, മഹാന്മാരായ താബിഹീങ്ങള് നമുക്ക് കാട്ടിച്ചു തന്ന വഴികള് അവര് പിൻപറ്റി നടക്കുമ്പോൾ അവരെ നമുക്ക് ആദരിക്കാൻ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള ഒന്നല്ല, 100 കണക്കിലുള്ള തെളിവുകൾ മഹാനായ കൂറത്തങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒന്നാമത്തെ തെളിവ് തന്നെ കൂറത്തങ്ങളുടെ ജീവിതത്തിൽ കൂറത്തങ്ങൾ എപ്പോഴും പറയുന്ന വാക്കാണ്, ഞാൻ ജാഹിലാണ്, എനിക്ക് ഒന്നുമില്ല. ഞാൻ ജാഹിലാണ്, എനിക്ക് ഒന്നുമില്ല. നമ്മളെ കുപ്പേട്ടി പള്ളിയിൽ തന്നെ മുഞ്ഞാന്ന് മഹാസഭ നടക്കുമ്പോൾ പറഞ്ഞ ശബ്ദമാണ്, ഞാൻ ഒന്നിനുമില്ല, എന്നെ കാലിയാക്കി ഞാൻ കാലിക്ക് അർഹതനല്ല. എപ്പോഴും ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ പറയുന്നത് ഞാൻ ഒന്നിനും അർഹതനല്ല. അത് നല്ല വ്യക്തികളുടെ വാക്കുകളാണ്. ഞാൻ അങ്ങനെ, ഞാൻ വലിയ ആള്, ഞാൻ ഇങ്ങനെ എന്ന് പറയുന്നവന് അവന്റെ പിന്നിൽ നമ്മൾ പോകാൻ പാടില്ല. നമ്മൾ എപ്പോഴും പോകേണ്ടത് ജീവിതത്തിൽ ചെറിയവനെന്ന് സമ്മതിക്കുന്ന വ്യക്തിന്റെ പിന്നിലെ നമ്മൾ പോകണം. ബഹുമാനപ്പെട്ട വന്യരായ കൂറത്തങ്ങള് നമുക്കെല്ലാം അറിയാം, ജനങ്ങളെ കൈമുത്താനോ, ജനങ്ങളെ ആദരിക്കാനോ, ജനങ്ങളെ മദ്ഹ് പറയാനോ, ജനങ്ങൾ സ്വാഗതമാകാനോ ഇതിനൊക്കെ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കൂറത്തങ്ങള്. ഈ പാരമ്പര്യം മഹാന്മാരുടെ പാരമ്പര്യമാണ്, ആലിമീങ്ങളുടെ പാരമ്പര്യമാണ്. നമ്മളിൽ നിന്ന് വിട്ടുപോയ ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ്. മഞ്ഞനാടി ഉസ്താദ് എന്ന് പറയുമ്പോൾ നമ്മളെ മഞ്ഞനാടിൽ അടുത്ത് വഫാത്തായ ഉസ്താദല്ല, മഹാനവറുകളുടെ അമോശനായ മഞ്ഞനാടി ഉസ്താദ് എല്ലാ വർഷവും ഖാജൂറിൽ അൽഖദിക്റിന് വേണ്ടി നേതൃത്വം വഹിക്കുന്ന മഹാനായ മഞ്ഞനാടി ഉസ്താദ്. അവിടുത്തെ ദർജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ആ മഹാനെ നമുക്ക് കാണാനില്ല. എന്തൊരു മുഖമായിരുന്നു! ആ മഹാനവറുടെ ഉപദേശം എന്തൊരു ഉപദേശമായിരുന്നു! രീതിയില്ല, രാഗമില്ല, മൈക്കയില്ല. പക്ഷേ ആ മഹാന്റെ വായിൽ വരുന്ന ശബ്ദങ്ങളെല്ലാം വലിയ വലവധിക്കപ്പെട്ട ശബ്ദമല്ലേ. നമ്മളെ കൂട്ടത്തിൽ ഇവിടെ പ്രായമുള്ള വ്യക്തികള് ആ മഹാനവറുകളെ കണ്ടിട്ടുണ്ടാകും. മഞ്ഞനാടി ഉസ്താദ് മഹാനവറുകളുടെ ജീവിതം കണ്ടില്ലേ? ഞാൻ ഒരു സമയത്ത് മഹാനവറുകളുടെ ഖുർആൻകര ഹൽഖദിക്റിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് മഹാനവറുകളതാ ഞാൻ വരുമ്പോൾ മടവൂർ സിയാറത്ത് ചെയ്ത് വരുന്ന സമയത്ത് അതാ കാഞ്ഞങ്ങാട് ഭാഗത്ത് 2 മണി സമയമായി. അപ്പോൾ നമ്മൾ തീരുമാനമെടുത്തു, ഇനി നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് മഞ്ഞനാടി ഉസ്താദിനെ കണ്ടുപോകാമല്ലോ. ആ മഞ്ഞനാടി ഉസ്താദിന്റെ സമീപത്ത് വീട്ടിന്റെ അഗ്രഹത്തേക്ക് എത്തുമ്പോൾ രാത്രിയാണ്, വീട് ഏതാണെന്ന് അറിഞ്ഞില്ല. അപ്പോഴാണ് നമ്മളവിടെ മീൻ പിടിക്കാൻ പോകുന്ന വ്യക്തികള് അവരോട് ഞങ്ങൾ ചോദിച്ചൂടെ, വലിയ ഒരു ഗുരുവില്ലേ, എപ്പോഴും പരിപാടി നടത്തുന്ന വലിയ ഒരു മഹാനുണ്ടല്ലോ, മഹാനവറുകളെ വീട് ഏതാണ്? അപ്പോഴാണ് നമുക്ക് കാട്ടിത്തന്നത് ഒരു വീട്. സുബ്ഹാനല്ലാഹ്, ആ വീട്ടിന്റെ ഒരു റൂമിൽ, ഒരു മുറിയറയിൽ വെളിച്ചം കാണുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ മനസ്സിലാക്കിയതായാലും പ്രഭാത സമയത്ത് പള്ളിയിൽ നിസ്കരിച്ച ഉടനെ തന്നെ ആ മഹാനവറുകളെ കാണാം. ഇത് ഞാൻ എന്തിനാണ് പറയുന്നത്? എന്റെ മുഅ്മിനീങ്ങളെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, പാവപ്പെട്ട എനിക്ക് 10-50 വർഷമായി. ഇതിൽ 10-60 വർഷമായവരില്ലേ, 70 വർഷമായവരില്ലേ, 25-30 വർഷങ്ങളായവരില്ലേ. സുബ്ഹാനല്ലാഹ്, യജമാനനായ റബ്ബിന്റെ മുമ്പിലേക്ക് കാണിക്കാൻ എന്റെ കയ്യിൽ എന്തുണ്ട്? എന്ത് പ്രവർത്തനങ്ങളുണ്ട്? കുറെ ഇബത്തല്ലേ, കുറെ നമീമത്തല്ലേ, കുറെ ആ നിലക്ക് ജീവിച്ചവരല്ലേ. നല്ലത് പറയാൻ പാവപ്പെട്ട എന്റെ കയ്യിലടക്കം ഒന്നുമില്ല. ആ പ്രായമുള്ള ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് സുബൈ നിസ്കരിച്ചതിന് ശേഷം വീട്ടിലേക്ക് അങ്ങ് കയറിയ സമയത്ത് അവിടുത്തെ ഡ്രൈവർ നമുക്ക് കിട്ടിപ്പോയി. ഡ്രൈവറിനോട് ഉസ്താദിനെ പറ്റി ചോദിക്കുമ്പോൾ ഡ്രൈവർ നമ്മളോട് പറഞ്ഞത്, രാത്രി കൊടക് ഭാഗത്ത് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി കഴിഞ്ഞു വരുന്ന സമയത്ത് 2:30 മണിയായി.
പിന്നെ ബഹുമാനപ്പെട്ടവരുകള് 3:15 മണിക്ക് എണിച്ചു. മോനെ, നിനക്ക് രാത്രി 1 മണിക്കൂർ വർക്ക് നഷ്ടപ്പെട്ടപ്പോൾ നിനക്ക് പിറ്റേന്ന് ജോലി ചെയ്യാൻ കഴിയുന്നില്ല, നിന്റെ തടിക്ക് ക്ഷീണം മാറുന്നില്ല. മഹാനായ മഞ്ഞനാടി ഉസ്താദ് മുക്കാൽ മണിക്കൂർ മാത്രമാണ് ഉറങ്ങിയത്. പിന്നെ തഹജ്ജുദിന് എണിച്ചു. ഈ മഹാന്റെ ജീവിതം കണ്ടില്ലേ? മഹാനായ താജുശ്ശേരിയ പറഞ്ഞില്ലേ, കുമ്പള ഭാഗത്ത് വലിയ സുന്നത്ത് ജമാഅത്തിന്റെ സമ്മേളനം നടത്തുമ്പോൾ ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. താജുൽ ഉലമയുണ്ട്, ശംസുൽ ഉലമയുണ്ട്, വലിയ വലിയ മഹാന്മാർ സദസ്സിലുണ്ട്. ആ സദസ്സിൽ വെച്ച് വലിയ ഒരു ഇൽമുള്ള പണ്ഡിതനായ ചെറുപ്പക്കാരനായ താടി നല്ല കറുത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മുമ്പിൽ ശക്തമായി മറുപടി പറയുന്ന മഹാനായ മഞ്ഞനാടി ഉസ്താദ് മഹാനവർകളതാ മൈക്കയുടെ മുമ്പിൽ എണിച്ചു നിന്നുകൊണ്ട് പറയുന്നത്, ഞാനൊരു വലിയ ആളല്ല, ഞാൻ ഇവരെ കൂട്ടത്തിൽപ്പെട്ട സുബ്ഹാനല്ലാഹ് സൂറത്തുൽ കഹ്ഫിൽ വെച്ച് ഏത് മഹാന്മാരെ ചരിത്രം പറഞ്ഞില്ലേ, ഏത് ഔലിയാക്കന്മാരെ ചരിത്രം പറഞ്ഞില്ലേ, ആ മഹാന്മാരെ കൂട്ടത്തിൽ ഒരു നായിന്റെ കഥ പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് പറഞ്ഞത്, ഈ മഹാന്മാരെ കൂട്ടത്തിൽ ഞാനൊരു നായിനെ പോലോത്ത ആളാണ്. എനിക്ക് കുറച്ച് ഇൽമു കിട്ടുമ്പോ, എനിക്ക് കുറച്ച് അഭിമാനം വരുമ്പോ, എന്റെ കൈ പിടിക്കാൻ കുറച്ച് ആൾക്കാർ വരുമ്പോൾ, എന്നെ സ്വാഗതം ചെയ്യുമ്പോ, എനിക്ക് കുറച്ച് ശിഷ്യന്മാര് വളർന്നു വരുമ്പോൾ, ഞാൻ വലിയവനെന്ന് ചിന്തിക്കുന്ന മനുഷ്യ നമുക്ക് മാതൃകയാണ് മഹാനായ കൂറത്തങ്ങളെ എല്ലാ സദസ്സിലും പറയുന്നത്, ഞാൻ വലിയവനല്ല, ഞാൻ ഖാലിക്ക് അർഹതനല്ല, ഞാൻ എന്റെ കൈ പിടിച്ചു മുത്താൻ ഞാൻ നല്ലൊരു വ്യക്തിയല്ല, എന്റെ കയ്യിൽ സങ്കടം പറയാൻ ഞാനല്ല. അത് അങ്ങനെ തന്നെയാണ് മഹാന്മാരൊക്കെ പറഞ്ഞത്. ഹബീബായ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, സ്വഹാബത്തെ നിങ്ങൾ എന്നെ കാണുമ്പോൾ എണിച്ചു നിൽക്കരുത്, നിങ്ങൾ എന്നെ കാണുമ്പോൾ എണിച്ചു നിൽക്കരുത്. സുബ്ഹാനല്ലാഹ്, നീണ്ട ചരിത്രമാണ്. ഒരു സ്ഥവനം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിലേക്ക് അങ്ങ് വരുമ്പോൾ എല്ലാവരും അവിടെ ഇരുന്നു പോയി. ചില്ലറ സ്വഹാബത്തുകൾ എണിച്ചു നിന്നോ? കാരണം എന്താണ്? റസൂലുള്ളാന്റെ വാക്കല്ലേ, എന്നെ കാണുമ്പോൾ നിങ്ങൾ എണിക്കരുത്. ഞാനിത് പറഞ്ഞു വരുന്നത് ഇത്ര വല്ല നേതാവ് പോലും പഠിപ്പിച്ചത്, ഞാൻ ലോകത്തിന്റെ നേതാവാണ്, എന്നെ നിങ്ങൾ അങ്ങനെ ബഹുമാനിക്കണം, എന്നെ കാണുമ്പോൾ എണിച്ചു നിൽക്കണം എന്ന പദം പറഞ്ഞില്ല. അവിടുന്ന് പറയുന്നത് എന്നെ കാണുമ്പോൾ നിങ്ങൾ എണിച്ചു നിൽക്കരുത്. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ കടന്നു വരുന്നത്. ആ വരുന്ന സമയത്ത് ചില്ലറ സ്വഹാബത്ത് എണിച്ചു നിന്നു. ആ കൂട്ടത്തിൽ പെട്ടവരാണ് സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചില്ലേ, യാ ഹസ്സാൻ, എല്ലാവരും ഇരുന്നല്ലോ, നിങ്ങൾ എന്തിനാണ് എന്നെ കാണുമ്പോൾ എണിച്ചു നിന്നത്? അപ്പോഴാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പറഞ്ഞത്, ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളു വതർകുൽ ഫർളി മാ ഹുവ മുസ്തഖീമു അജിബ്തു ലിമൻ ലഹു അഖലും വഫഹമു يرى هذا الجمال ولا يقوم
ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പറഞ്ഞില്ലേ, യാ റസൂലല്ലാഹ് ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളു. ഹബീബായ നബി തങ്ങളെ കാണുമ്പോൾ എണിച്ചു നിക്കലെ ഫർളല്ല നബിയേ, അത് നിർബന്ധമാണ് നബിയേ. കാരണം എന്ത്? അജിബുതു ലിമൻ ലഹു അകലും വഫഹമു യറാദൽ ജമാല വലാ യഖൂമു. മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പറയുന്നു, ഞാൻ അത്ഭുതപ്പെടുകയാണ് ഈ ഭയങ്കര പ്രകാശിക്കുന്ന ഈ മുഖമുള്ള റസൂലുള്ളാഹിനെ കാണുമ്പോൾ. എണിക്കാത്ത ഒരുപാട് വ്യക്തികളില്ലേ, എണിക്കാത്ത ഒരുപാട് സ്വഹാബിയില്ലേ, അവരെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു. ആ സ്വഹാബത്ത് ബാഹ്യമായി ചിന്തിച്ചു പോയി, റസൂലുള്ളാഹി പറഞ്ഞതല്ലേ, അങ്ങനെ അവർ എണിച്ചില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മഹാന്മാരെ കാണുമ്പോൾ എണിച്ചു നിൽക്കുക, ഉസ്താദന്മാരെ കാണുമ്പോൾ എണിച്ചു നിൽക്കുക, അതുപോലെ തന്നെ സയ്യിദന്മാരെ കാണുമ്പോൾ എണിച്ചു നിൽക്കുക. ഇതെല്ലാം വലിയ പാരമ്പര്യമുള്ളതാണ്. അവരെ ബർക്കത്തെടുക്കുക, അവരെ കൈപിടിക്കുക, അവരെ കൊണ്ട് ദുആർപ്പിക്കുക, അവരെ കൊണ്ട് നല്ല നല്ല പ്രവർത്തനം ചെയ്യിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, ആ കാര്യത്തിൽ എല്ലാ നിലക്കും ഉയർന്ന വ്യക്തിയാണ് മഹാനായ സയ്യിദുനാ കൂറത്തങ്ങള്. അല്ലാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. ആ മഹാനവറുകളുടെ നേതൃത്വം നമുക്ക് കിട്ടിയത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ്. അത് വലിയൊരു ഭാഗ്യമാണ്. മുഅ്മിനീങ്ങൾ എത്ര വ്യക്തികളാണ് ഇന്നും സ്വന്തം ബാപ്പ മരിച്ചപ്പോൾ ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവില്ല, സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള എത്ര വ്യക്തികള് ഇന്നും നൂറല്ല ആയിരക്കണക്കിൽ വ്യക്തികൾ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തങ്ങള് നമ്മളെ വിട്ടുപോയി, ഇനി നമ്മളെ സങ്കടം ആരടുത്താണ് പറയുന്നത്? നമ്മളെ ബേജാർ ആരടുത്താണ് പറയുന്നത്? സുബ്ഹാനല്ലാഹ്, ഡോക്ടർമാര് എന്തെങ്കിലും ഒരു വിശേഷത ഉള്ള രോഗമങ്ങ് പറഞ്ഞാൽ നമ്മളാദ്യമായി കണ്ടെത്തുന്നത് കൂറത്തങ്ങളല്ലേ. ഇനി നമുക്ക് പറയാൻ ആരുണ്ട്? നമ്മളെ സങ്കടം പറയാൻ വ്യക്തി കാണുന്നില്ല. ഖിയാമത്ത് നാൾ അടുത്തു പോയില്ലേ? മുഅ്മിനീങ്ങളെ നല്ല നല്ല വ്യക്തികള്, വലിയ വലിയ മഹാന്മാർ ലോകത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നത് കണ്ടില്ലേ? മൗത്തുൽ ആലിം കമൗത്തിൽ ആലം. ഒരു ആലിം മരിക്കുക എന്ന് പറഞ്ഞെങ്കിൽ ലോകം മുഴുവൻ മരിച്ചതുപോലെയാ. സുബ്ഹാനല്ലാഹ്, മുഹറം 1 ബഹുമാനപ്പെട്ട തങ്ങളെ നമ്മളെ വിട്ട് യാത്ര ചെയ്തു. അന്നു മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങില്ലേ സങ്കടങ്ങള്, അന്നു മുതൽ നമ്മളെ വിഷമങ്ങൾ കേൾക്കാൻ തുടങ്ങില്ലേ, അന്നു മുതൽ നമ്മളെ ജീവിതത്തിൽ കാണാത്തത് കാണാൻ തുടങ്ങില്ലേ, കേൾക്കാത്തത് കേൾക്കാൻ തുടങ്ങില്ലേ. സുബ്ഹാനല്ലാഹ്, ഏതുവരെയാണ് നമ്മൾ കേട്ടത്? ഇന്നുവരെ ജനിച്ചത് മുതൽ കാണാത്തത്, ഇന്നുവരെ കേൾക്കാത്തത് നമ്മൾ കണ്ടുപോയി. നമ്മളെ കൂടെ കൂറത്തങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര മജ്‌ലിസിലാണ് നമുക്ക് ദുആക്ക് നേതൃത്വം വഹിക്കുന്നത്, എത്രയാണ് അവർക്ക് വേണ്ടി ദുആർക്കുന്നത്. മുഅ്മിനീങ്ങളെ, ഇനി നമുക്കാരുമില്ല.